പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 10-ാം തീയതി ആമേൻ, ഈ വർഷത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കഴിഞ്ഞ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തിയിട്ട് കഴിഞ്ഞ പകൽ നമ്മളെ നടത്തിയത് ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് 5 പ്രാവശ്യം സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറ 7 പ്രാവശ്യം കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാവിലെ നമ്മളെ കർത്താവ് ഉണർത്തിയത്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് അതെ വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞു. ഇന്നത്തെ പകൽ അത്ഭുതമായി നമ്മളെ നടത്താൻ പോവുക. കർത്താവ് ശ്രേഷ്ഠമായിട്ട് നടത്താൻ പോവുക. ആ അനുഗ്രഹത്തിൻ്റെ കീഴിൽ നമ്മളെ നടത്താൻ പോവുക. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ആ ഉപകാരങ്ങളെയൊക്കെ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആമേൻ. സങ്കീർത്തനം 5-ന്റെ 7 പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ കർത്താവിനുള്ള ഭക്തിയോടെ ആരാധിക്കും. അതെ, ഇന്ന് പ്രഭാതി നമുക്ക് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവെ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കരുതുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെ സകലാത്മീക അനുഗ്രഹത്താൽ ക്രിസ്തയേശുവിൽ അപ്പ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേലുള്ള അപ്പയുടെ ഫേവറിനായിട്ട് സ്തോത്രം, അപ്പയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ കരുണാപാത്രങ്ങളാക്കി മാറ്റിയതിന് സ്തോത്രം, ഞങ്ങളെ മാനപാത്രങ്ങളാക്കി തീർത്തതിന് സ്തോത്രം. ആമേൻ. അപ്പയുടെ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നതിന് സ്തോത്രം. അപ്പയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. അപ്പയാണല്ലോ ഇവരെ കൂട്ടി വരുത്തത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ കൃപയാലാണല്ലോ അപ്പ അങ്ങ് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾ ദൈവിക അനുഗ്രഹത്തിൽ ജീവിപ്പാൻ അങ്ങ് കൃപ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. അവരുടെ സകല ആവശ്യങ്ങളിലും അപ്പയുടെ പ്രത്യേക ഫേവർ ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു, യേശുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം അവർ ഇപ്പോൾ എൻജോയ് ചെയ്യുവാൻ തക്കണം. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ അൾസറിൻ്റെ അസ്വസ്ഥതകളും ആമേൻ ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കഴിഞ്ഞു പോകുന്നവർ വിടുവിക്കപ്പെടട്ടെ. പൂർണ്ണമായ ഒരു ഡെലിവറൻസ് ഫൈനാൻഷ്യൽ ഏരിയയിൽ കർത്താവ് അപ്പാ കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷകൾ നടക്കുന്നു, അവിടെ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ആമേൻ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, അവരെ ആദരിക്കണം, അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് രാവിലെ നടക്കുന്ന സഭായോഗം, ഇന്നത്തെ ദിവസം നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും അങ്ങനെ വലിയ ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ. അങ്ങനെ വലിയ പ്രവൃത്തി കാണാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരണം. കർത്താവിൻ്റെ നാമം ഇന്ന് ഉയരുവാൻ ഇടവരണം. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കാളികളാകണം. ആമേൻ. ആരും തന്നെ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്താട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്ന ആലോചനയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സദൃശ്യവാക്യം 14-ാം അധ്യായത്തിൻ്റെ
30 വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. അതായത് ശാന്ത മനസ്സ്, സ്വസ്ഥതയുള്ള മനസ്സ്, സമാധാനമുള്ള മനസ്സ് ആമേൻ ദേഹത്തിന് എന്തുകൊണ്ടുവരും? ജീവൻ കൊണ്ടുവരും. ഈ ലോകത്തിൽ ആമേൻ ഇപ്പോൾ ലോകത്തിൽ മനുഷ്യർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ, സ്ട്രെസ്സ്, ടെൻഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഈ ലോകത്തിൽ കേൾക്കുന്ന വാക്കുകൾ. ഇതിനോട്ട് മരുന്നുണ്ടോ? അതുമില്ല. മനുഷ്യൻ ടെൻഷൻ അടിക്കുന്നു. മനുഷ്യന് ഭയങ്കര ജോലിയിൽ സ്ട്രെസ്സാണ്. പിള്ളേരെ വളർത്തുന്നതിനകത്ത് ഭയങ്കര സ്ട്രെസ്സാണ്. പല കാര്യത്തിലും ഒന്നും അവർക്ക് അങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല. ഭയങ്കര സ്ട്രെസ്സ് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ, മനസ്സിനൊരു സ്വസ്ഥതയില്ല എന്ന് പറയുന്ന അനേകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 2025 പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, അത് നമുക്ക് നല്ലതല്ല. നമ്മൾ ക്രിസ്തുവിലുള്ള സമാധാനത്തിൽ വേണം നമ്മൾ ജീവിപ്പാൻ. ആമേൻ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നിങ്ങൾ അറിയിക്കണം. അപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അറിയിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, അത് അപ്പനെ അറിയിക്കുക. എന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനാണ് ഒരു ദൈവ പൈതലിനെ പിതാവ് വിളിച്ചിരിക്കുന്നത്. ആമേൻ. നമുക്കൊരു നല്ല പിതാവുണ്ട്, അതാദ്യമേ വിശ്വസിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു അപ്പ നമുക്കുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ നല്ല ഒരു അപ്പ എനിക്കുണ്ടെന്ന്? ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആമേൻ നല്ല ഒരു അപ്പ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെയെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. യേശു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേൻ. അതായത് യേശു പറയുക, ഞാൻ തന്നിട്ട് പോകുന്ന ഒരു കാര്യം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരിക. അതായത് ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച, ഞാൻ കൊണ്ടു നടന്ന ആമേൻ പിതാവിൻ്റെ സമാധാനമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇനി നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സമാധാനത്തിൽ വേണം ജീവിപ്പാൻ. അനാവശ്യമായ ടെൻഷനുകൾ ദൈവമക്കൾ എടുക്കേണ്ട എന്നാണ് സ്വർഗത്തിലെ പിതാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി 2025 നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണ്ടായോ? അനുഗ്രഹത്തിൻ്റെ വർഷമല്ലേ? അനുഗ്രഹം എൻജോയ് ചെയ്യണ്ടായോ? അതിനെന്നാ എളുപ്പവഴി? സമാധാനം ഉപയോഗിക്കുക. ദൈവം തന്ന സമാധാനത്തെ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ദാനം തന്നിരിക്കുന്ന ഈ സമാധാനത്തിൽ അവൻ അനാവശ്യമായ ടെൻഷനുകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതെ. ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകളും വിചാരങ്ങളും ആകുലതകളും വരും. അതിലാണ് നമുക്ക് കർത്താവുള്ളത്. വേഗത്തിൽ ഓടിച്ചെന്ന് കർത്താവിൻ്റെ അടുക്കലിരിക്കുക. എന്നിട്ട് പറയാം, അപ്പാ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ടെൻഷൻ കയറിയിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമുണ്ട്. അതിനകത്ത് അപ്പം എന്നാ ചെയ്യും? നമുക്ക് സമാധാനവും സ്വസ്ഥതയും തരും. പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക, സ്തോത്രം പറയുക, ആ കാര്യങ്ങൾ അങ്ങ് മറന്നു കളയുക. എന്നിട്ട് ദൈവിക സമാധാനത്തിൽ ജീവിക്കുക. കർത്താവ് എൻ്റെ അപ്പ എനിക്കുണ്ട്, എൻ്റെ അപ്പ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ ജീവിക്കാമെങ്കിൽ അത്ഭുതകരമായി ഈ ഭൂമിയിൽ മുന്നേറാൻ കഴിയും. കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. കരങ്ങൾ ഉയർത്തി പറ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ച് പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.